അറിയാവുന്നത്. കേരളത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്നവരിലേറെയും കുട്ടികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ബന്ധുക്കളും പരിചയക്കാരുമാണ് പീഡകരായി മാറുന്നത്. ഇത് ടോമി, എന്റെ ഫ്രണ്ടാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഇതാണ് എന്റെ പ്രിയതമ. മോളെവിടെ? അവള് പഠിക്കുക. വാ മോളെ, മോളെ, വാ വാട കുട്ട. നമ്മുടെ വീടാണ് ഏറ്റവും സുരക്ഷിതമെന്നാണ് നമ്മളുടെ വിശ്വാസം. എന്നാൽ ഈ വീടുകളിൽ നടക്കുന്ന ലൈംഗിക ചൂഷണമാണ് ഏറ്റവും കൂടുതൽ മൂടി വയ്ക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും കുട്ടികളുടെ നേരെ നടക്കുന്ന ചൂഷണം. കുട്ടികൾ ഇരയാക്കപ്പെടുന്ന ലൈംഗിക ചൂഷണത്തിലേറെയും കുട്ടിയോടുള്ള സ്നേഹപ്രകടനമായിരിക്കും തുടങ്ങുക. ഒരുപക്ഷെ ശരീരം വേദനിക്കും വരെ കുട്ടിയും ഇത് തന്നോടുള്ള സ്നേഹപ്രകടനമായും കണക്കാക്കുക. കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ അബ്യൂസിന് കൃത്യമായിട്ട് കണക്കുകൾ കേരളത്തിൽ അവൈലബിൾ അല്ല. വളരെ കുറവ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കണക്കുകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കാം. അതിലൊരു ചെറിയ അംശമാണ് നമ്മൾ അറിയണുള്ളൂ, റെക്കോർഡ് ചെയ്യപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുള്ളൂ. കേരളത്തിൻ്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഏകദേശം ഒരേപോലെ തന്നെ വിധേയരാവുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ പെൺകുട്ടികളാവുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിനെ മാത്രമല്ല, പക്ഷെ സാമൂഹ്യമായിട്ടും ഇവരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. സെക്ഷൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ലൈംഗിക സത്വബോധം എന്ന് പറയുന്നത് വളരെ മുമ്പ് തന്നെ, കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭാര്യയും ഭർത്താവായ ആൾക്കാരുടെ മനസ്സിൽ ആ ഒരു തോന്നൽ എന്താ വെച്ചാൽ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും ഒരേപോലെ തന്നെ സ്നേഹിക്കും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് തുടക്കം കുറിക്കേണ്ടത്. പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തെറ്റായിട്ടുള്ള ശരീരത്തിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പല പല രീതികൾക്കൂടെ. അപ്പം നമ്മുടെ പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമായി മാറാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും ഇൻഹിബിറ്റ് ചെയ്യാണ്ട്, ഇത്രയും നമ്മളെ ശരീരത്തിനെക്കുറിച്ച് ഇത്ര തെറ്റായ അവബോധം ഉണ്ടാക്കാനും നമ്മളെ കുറേം കൂടി ഫ്രീ ആയിട്ട് ഫിസിക്കലായിട്ടുള്ള എല്ലാ കഴിവുകളും ഉപയോഗിക്കാനും ഒരേപോലെ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ട്രെയിനിങ് ആണെങ്കിൽ ഈ സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും അബ്യൂസിൽ നിന്ന് തന്നെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ